ഹലോ. ഇന്നത്തെ ആ ഗിറ്റ് ഹബിന്റെ ബാക്കി ഞാൻ ചെയ്തില്ല. എറർ അടിക്കും അതിന് മുമ്പേ കമന്റ് കൊടുക്കുമ്പോൾ. ആ സ്റ്റെപ്പ് അല്ല അതിന് മുമ്പ്. നമുക്കിപ്പോ ചെയ്യാം. നമുക്കത് കണ്ടിന്യൂ ചെയ്യാമെന്ന്. നമുക്കെന്ത് ഗിറ്റ് ഹബാണ് എടുക്കാനുള്ളത്? ഓക്കെ. ഓക്കെ, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്താടാ. ഓക്കെ, ആദ്യം ഒരു കാര്യം ചെയ്തേ, അനഘ സ്ക്രീൻ ഷെയർ ചെയ്തേ. ഓരോരുത്തരുടെ ഇഷ്യൂസ് ആയിട്ട് നോക്കാം നമുക്ക്. ഓക്കെ. പൈച്ചാം എടുക്കൂ കേട്ടോ. ആ സ്ക്രീൻ കാണാമോ? കാണാം കാണാം കാണാം. അപ്പോൾ അനഘ ടൈപ്പ് ചെയ്യേണ്ടത് ഗിറ്റ് സ്പേസ് പുൾ സ്പേസ് ഒറിജിൻ സ്പേസ് മെയിൻ സ്പേസ് ഹൈഫൻ ഹൈഫൻ റീബേസ്. എൻ്റർ അടിക്കൂ. ന്യൂ ബ്രാഞ്ച്. ഓക്കെ, നെക്സ്റ്റ് ഗിറ്റ് അടുത്ത കമാൻഡ് കൊടുക്കും, ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ. നമ്മൾ മുന്നേ കൊടുത്ത കമാൻഡ് തന്നെ. എൻ്റർ അടിക്കൂ. യെസ്. ഇനി അനഘയുടെ ഗിറ്റ് റെപ്പോ ഒന്ന് പോയി ചെക്ക് ചെയ്തേ, റിഫ്രഷ് ചെയ്തിട്ട്. കോഡെല്ലാം വന്നില്ല അവിടെ? വന്നു. ഓക്കെ, ഞാനൊക്കെ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ഇനി കൃഷ്ണകുമാർ. ആദ്യത്തെ കമാൻഡ് എടുത്ത ഗിറ്റ് സ്പേസ് ബ്രാഞ്ച്. ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, മാസ്റ്റർ അല്ല, അതിനെ മെയിനിലേക്ക് മാറ്റുക. അതിന് കമാൻഡ് കൊടുക്കട, ഗിറ്റ് സ്പേസ് ബ്രാഞ്ച് സ്പേസ് ഹൈഫൻ എം ഹൈഫൻ ക്യാപിറ്റൽ എം മെയിൻ. എൻ്റർ അടിക്കൂ. നെക്സ്റ്റ് കമാൻഡ് കൊടുക്കുക, ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട്. ഓക്കെ, കൊടുക്കുന്നതിന് മുന്നേ ടൈപ്പ് ചെയ്യൂ. കമാൻഡ് കൊടുക്കട, ഗിറ്റ് സ്പേസ് റിമോട്ട് സ്പേസ് ആഡ് സ്പേസ് ഒറിജിൻ ബ്രാഞ്ചിന്റെ നെയിം. ബ്രാഞ്ച് അല്ല, സോറി, റെപ്പോസിറ്ററിന്റെ URL പാസ് ചെയ്യാം. ഓൾറെഡി എക്സിസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കട, ഗിറ്റ് സ്പേസ് കമ്മിറ്റ് സ്പേസ് ഹൈഫൻ. അപ്പേര് പ്രസ് ചെയ്തോ. കമ്മിറ്റ് ഓൾറെഡി കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, അപ്പേര് പ്രസ് ചെയ്താൽ കിട്ടും. എൻ്റർ അടിക്കും. ഓക്കെ, 48 ഇൻസെർഷൻസ് ഫൈൻ. ഇനി അടുത്ത കമാൻഡ് കൊടുക്കടാ. കമ്മിറ്റ് കഴിഞ്ഞാല് ഗിറ്റ് സ്പേസ് പുഷ് ഹൈഫൻ യു സ്പേസ് ഒറിജിൻ സ്പേസ് മെയിൻ
സ്മോൾ ലെറ്റർ യു അല്ലേ കൊടുത്തേ? Sign in with your browser. ടോക്കണല്ല. Authorize Git ecosystem. Verify via email. പാസ്വേഡ് കൊടുക്കണേടാ. വെരിഫിക്കേഷൻ കോഡ് വരും, അതിലേക്ക് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇത്തവണ റിജക്റ്റഡ് അല്ലേ? കമാൻഡ് കൊടുക്കടാ. git space pull space origin space main space hyphen rebase. ഒന്ന് കമ്മിറ്റ് കൊടുത്തേ. കമ്മിറ്റ് കൊടുത്തേ. ഓക്കെ, നോ ചേഞ്ചസ് ടു കമ്മിറ്റ്. ഫൈൻ. ഒരു വട്ടം കൂടെ ഏത് കൊടുക്കുക? പുള്ള് കൊടുത്തേ. cannot pull with rebase. cannot pull with rebase ആണോ വരുന്നത്? ഗിറ്റ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്തേടാ. ഗിറ്റ് സ്പേസ് സ്റ്റാറ്റസ്. On branch main changes not staged for commit. Okay. git space add space dot. git space commit space hyphen m small letter m. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുൾ ഗിറ്റ് സ്പേസ് പുൾ സ്പേസ് ഹൈഫൺ റീബേസ്. മതി, അതന്നെ മതി. സെയിം കൊടുത്തു, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഗിറ്റ് സ്പേസ് പുഷ് സ്പേസ് ഹൈഫൺ യു ഒറിജിൻ റീബേസ്. ചെക്ക് ചെയ്ത് ഇറപ്പോ ഡാറ്റ ആഡ് ആയോന്ന്. ആഡ് ആയില്ലടാ. എല്ലാ ഫയൽസും ആഡ് ആയോ? ഓക്കെ, കൃഷ്ണകുമാർ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യടാ. ഇനി അഖിലേന്ദു. fail to push some reps. ഓക്കെ, ആദ്യം ഗിറ്റ് പുള്ള് കൊടുക്കടാ. ഗിറ്റ് പുൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ സെയിം കമാൻഡ്. ഗിറ്റ് പുൾ ഒറിജിൻ. എൻ്റർ അടിക്കുന്ന ഗിറ്റ് പുൾ ഒറിജിൻ മെയിൻ സ്പേസ് ഹൈഫൻ റീബേസ്. cannot pull with rebase again. അപ്പോൾ again കമാൻഡ് കൊടുക്കും. git space add space dot add space dot. get ലട git. സോറി. മാവേ സ്റ്റേറ്റ്മെന്റ്
git space commit space Git space git commit. അപ്പേരെ പ്രസ് ചെയ്തടാ. അപ്പേരെ ഒന്നുകൂടെ പറയാം. ഗിറ്റ് സ്പേസ് എന്താ? ഗിറ്റ് കമ്മിറ്റിന്റെ കമാൻഡ് കൊടുത്തില്ലായിരുന്നു. അപ്പേരെ പ്രസ് ചെയ്ത് അതിൽ വരും, സജഷൻ വരും. ഇത് ഓക്കെ. ഗിറ്റ് പുഷ് കൊടുത്തേ. എന്താടാ src ref spec does not match any അല്ലേ? ഗിറ്റിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തേടാ. ഗിറ്റ് സ്പേസ് സ്റ്റാറ്റസ് ഓൺ ബ്രാഞ്ച് മാസ്റ്റർ. ഓക്കെ, കാര്യം മനസ്സിലായി. ഗിറ്റ് സ്പേസ് ബ്രാഞ്ച് എൻ്റർ അടിക്കൂ. മാസ്റ്റർ അല്ല നമുക്ക് വേണ്ടത് മെയിൻ ആണ്. അപ്പൊ മാറ്റാൻ എന്ത് ചെയ്യണം? ഗിറ്റ് സ്പേസ് ബ്രാഞ്ച് സ്പേസ് ഹൈഫൻ ക്യാപിറ്റൽ M സ്പേസ് മെയിൻ എൻ്റർ അടിച്ചു. ഇനി ഒരു വട്ടം കൂടെ ഗിറ്റ് ആഡ് കൊടുക്കടാ. ഗിറ്റ് റിമോട്ട് ആഡ് കൊടുത്തേടാ. ഗിറ്റ് റിമോട്ട് ആഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നു അതിൻ്റെ അകത്ത്. ഗിറ്റ് സ്പേസ് റിമോട്ട് സ്പേസ് ആഡ് സ്പേസ് ഒറിജിൻ ഗിറ്റ് സ്പേസ് റിമോട്ട് എക്സിക്യൂട്ട് ചെയ്തേ. റിമോട്ട് ഒറിജിൻ ഓൾറെഡി എക്സിസ്റ്റ്. ഫൈൻ. അടുത്ത കമാൻഡ് കൊടുക്കട്ടടാ. ഗിറ്റ് കമ്മിറ്റ് കൊടുത്തു ഒരു വട്ടം കൂടെ. അപ്പേരെ കൊടുക്ക്. അപ്പേരെ വരും. നത്തിങ് ടു കമ്മിറ്റ് വർക്ക് ട്രീ ക്ലീൻ. ഒരു വട്ടം കൂടെ ഗിറ്റ് സ്പേസ് ആഡ് കൊടുത്താടാ. ഓക്കെ, ഒരു കാര്യം ചെയ്തേ. ഏതെങ്കിലും ഒരു ഫയലിൽ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തിക്കേ. ഇനി ഗിറ്റ് ഡോട്ട് ആഡോ? ഗിറ്റ് ആഡ്. ഗിറ്റ് കമ്മിറ്റ്. കമ്മിറ്റ് നെറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക. കമ്മിറ്റ് കഴിഞ്ഞാൽ പുഷ്. ഗിറ്റ് പുഷ്. ഇതല്ലേ? Sign in with your browser. Authorization succeeded. ഞാൻ പൈച്ചാമ്പ് ചെക്ക് ചെയ്തേടാ. റിജക്റ്റഡ്. ഇനി പുള്ള് കൊടുത്ത് ഗിറ്റ് സ്പേസ് പുൾ. ആ കമാൻഡ് അപ്പേരെ അടിച്ചിട്ട് ഗിറ്റ് പുള്ളിന്റെ കമാൻഡ് എടുത്ത് റീബേസ്. ഇനി പുഷ് കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാടാ ഗിറ്റിൽ വന്നോന്ന്. ഓക്കെ. ഇനി നമുക്ക്
2 ടോപ്പിക്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. 2 അല്ല, ആക്ച്വലി 3 ടോപ്പിക്സ് ഉണ്ട്. ഓപ്പൺ പൈ എക്സൽ, അതുപോലെ ഗിറ്റ്ഹബ് കോപ്പൈലറ്റ്, ജെൻകിൻസ്. ഈ 3 ടോപ്പിക്സ് നമുക്ക് നമ്മൾ സെലീനിയത്തിൽ കവർ ചെയ്യും. ഓക്കെ, 3 ടോപ്പിക്സ് നമുക്ക് സെലീനിയത്തിലേക്ക് ആവശ്യമുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, സെലീനിയത്തിൽ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോടാ? ഇപ്പം നമ്മൾ ചെയ്ത ഈ സെറ്റപ്പ് പ്രോസസ് ഉണ്ടല്ലോ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിക്കണോ? ഇത് ഞാൻ എക്സാക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് തരാം. ഓക്കെ, എക്സാക്റ്റ് ഓർഡറിൽ വൺസ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട ഓർഡർ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളൊരു ഒരു ഇൻ്റർവ്യൂവിലെല്ലാം പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കുക ഏത് വേർഷൻ കൺട്രോൾ ടൂളാണ് യൂസ് ചെയ്തത്, ഹൗ ക്യാൻ ബി യൂസ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഈ കമാൻഡ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കമാൻഡ്സ് ഓരോന്നും അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരുമിച്ച് തരാം കേട്ടോ. ഓരോന്നും എന്തിനുള്ളതാണെന്നും ആ നോട്ട്സ് ഉണ്ടോ? ഉണ്ട്, ഞാൻ തരാം. നല്ല നോട്ട്സും കൂടെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. മെയിലിലേക്ക് ഷെയർ ചെയ്യാവേ. ഒന്ന് എനിക്ക് റിഫൈൻ ചെയ്യേണ്ട നോട്ട്സ് ഒന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ ഒഫീഷ്യലി നമ്മുടെ പൈത്തൺ സെഷൻ ഇന്ന് എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തത് വരെയുള്ള ടോപ്പിക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? ഒഫീഷ്യലി എൻഡ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്നൊരു റിവ്യൂ ഉണ്ടാവും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസത്തെ സമയമുണ്ട്. അപ്പോൾ നിങ്ങളൊരു റിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മളെടുത്ത ടോപ്പിക് എടുക്കുക. ഓക്കെ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ 2 ദിവസം ഉണ്ടല്ലോ. ഞാൻ എന്നാ സ്കെഡ്യൂൾ ചെയ്യാൻ ഞാൻ പറയാം. മോസ്റ്റ്ലി മൺഡേക്ക് ആയിരിക്കണം. ഞാൻ എന്നൊക്കെ സ്കെഡ്യൂൾ ചെയ്യുന്നു ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്ത ടോപ്പിക്സ് എല്ലാം ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പാകത്തിന്. ഓക്കെ, ഇത് എന്ത് ടൈപ്പ് ആയിരിക്കും? പ്രോഗ്രാമിംഗ് ചെയ്യാനാണോ അതോ ചെയ്യിക്കാനായിട്ട് പൊതുവേ ചെയ്യിക്കാൻ ജസ്റ്റ് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ചെയ്യുന്ന നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യിച്ച പ്രോഗ്രാംസ് ഇല്ലേ, അത് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഓക്കെ, നമ്മൾക്ക് സെലീനിയത്തിന്റെ സെഷനിൽ കാണാം. 3 സെലീനിയം അല്ലേ? അതെ. ഓക്കെ, സോ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് എനിക്ക് തരാനുണ്ടോ? അതായത് പൈത്തന്റെ സെഷനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളോ എനിക്ക് തരാനുണ്ടോ?